ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടർമറിക് പൗഡറും അതുപോലെ തന്നെ കുറച്ച് സ്പൈസസും പിന്നെ മന്തി മസാല, പെപ്പർ പൗഡർ, മാഗി ക്യൂബ്സ്, പിന്നെ ഒരു കാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ മല്ലിയിലയും പുതിനയിലയും അളവൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തത്, ഒരു 3 to 4 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായി അതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5 minutes ഒക്കെ വെച്ചാൽ മതിയാവും, മാരിനേറ്റ് ചെയ്യണമെന്നില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാരിനേഷന് വെക്കുക. പിന്നെ ഞാൻ റൈസിന് ഇവിടെ 2 cups ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു 8 to 10 minutes ഒക്കെ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനിടയിൽ ഞാനിവിടെ ചിക്കൻ ഒന്ന് വെക്കുന്നുണ്ട് ഫ്ലെയിമിലേക്ക്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 5 minutes ജസ്റ്റ് വെക്കുക, പിന്നെ വീണ്ടും മറിച്ചിട്ട് 5 minutes വെക്കുക. അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഗീയും സോൾട്ടും ഇട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 8 minutes ഒക്കെ മതിയാകും, അതിനുള്ളിൽ അത് വെന്ത് കിട്ടും. അതിനിടയിൽ ഞാനിവിടെ ചിക്കൻ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് നല്ല സോഫ്റ്റായി കുക്കായി വരണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ വിധത്തിലുള്ളൊരു കുക്കായി കിട്ടണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലീസും പെപ്പറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ കുറച്ച് രസമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇടയിൽ റൈസ് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഡ്രൈ ലെമൺ ഇടാൻ മറന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡ്രൈ ലെമൺ കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ലെമണൊക്കെ ഇട്ടെങ്കിൽ വേറെ തന്നെ ഒരു ഫ്ലേവറായിരിക്കും അതിന് കിട്ടുന്നത്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ലെമൺ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 ബാച്ചായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിൻ്റെ ഇടയിൽ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ടേമറിക് കലക്കിയ കുറച്ച് വെള്ളം ഒരു കളറിന് വേണ്ടിയിട്ടാണ്, പിന്നെ റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ബാച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ചെറിയൊരു പീസ് ചാക്കോളി ഞാൻ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പെപ്പർ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു റൈസിൻ്റെ മുകളിലായിട്ട്. പിന്നെ ആ ചാക്കോളും കൂടി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ആ സ്മോക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ഓയിൽ വെച്ച് കവർ ചെയ്യുക. ഒരു 10 minutes ഒക്കെ ഇവിടെ കിടന്നോട്ടെ. അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മൾ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ കുറേ ടൈമും എടുത്തിട്ടില്ല. അത് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറേ പൊടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് എല്ലാവർക്കും മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.